ഹായ് പ്യാരെ വെച്ച് നസാറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ല? യെസ്, നമ്മുടെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് 3 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതുവരെ പഠിക്കാത്ത മക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ നസാറിന് അറിയാം. അപ്പൊ എന്റെ മക്കൾ, ഇനിയുള്ള നമ്മുടെ സൈലത്തിന്റെ എല്ലാ ലൈവുകളും കോണ്ടന്റ് വീഡിയോസും ഒക്കെ എന്റെ മക്കൾ കൃത്യമായിട്ട് കാണണം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മാർക്ക് നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ എല്ലാ ലൈവുകളും കോണ്ടന്റ് വീഡിയോസിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വരണം. അപ്പൊ എല്ലാ മക്കളെയും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3ാമത്തെ യൂണിറ്റ് ആയിരുന്നു ഖുൽത്തെ നസാരെ എന്ന് പറയുന്ന തുറന്ന കാഴ്ചകൾ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള പാഠഭാഗം. ഈ പാഠഭാഗം നമ്മൾ ലൈവിലൊക്കെ വളരെ അടിപൊളിയായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ജബ് ഹം ധീരെ ചൽത്തെ ഹെ, നാം പതുക്കെ നടക്കുമ്പോൾ എന്ന് പറയുന്ന പാഠഭാഗമായിരുന്നു. എലൻ ഷാ ആയിരുന്നു ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത്. എലൻ ഷായെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിലൂടെ അനസാർ പറയുന്നത്. കൃത്യമായിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്തോളൂ? ശ്രദ്ധിച്ചോളൂ. നമുക്ക് നോക്കാം. എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം? ജബ് ഹം ധീരെ ചൽത്തെ ഹെ കിസ്കി രചന ഹെ. ജബ് ഹം ധീരെ ചൽത്തെ ഹെ എന്നുള്ളത് കിസ്കി രചന ഹെ. കിസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ എന്നാണ്. അപ്പൊ ആരുടെ രചനയായിരുന്നു ജബ് ഹം ധീരെ ചൽത്തെ ഹെ? നമ്മൾ ഈ സ്ലൈഡിലൂടെ നമ്മൾ പറഞ്ഞു എലൻ ഷാ ആയിരുന്നു ജബ് ഹം ധീരെ ചൽത്തെ ഹെ എന്നുള്ളതിന്റെ രചയിതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ആരാണ്? എലൻ ഷാ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ജബ് ഹം ധീരെ ചൽത്തെ ഹെ കിസ് പ്രകാർ കി രചന ഹെ. ഏത് വിധത്തിലുള്ള, അതായത് ഏത് രീതിയിലുള്ള രചനയാണ്, ഏത് രീതിയിലുള്ള രചനയായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചത്. അപ്പൊ നോ ഡൗട്ട് നമുക്ക് പറയാൻ പറ്റും യാത്രാ വിവരണമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു 3ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ലുവാന കോൻ ഹെ. ലുവാന ആരായിരുന്നു? ആരാണ് ലുവാന? നമുക്ക് നോക്കാം. ലുവാന ഇറ്റലി കെ ഫ്യൂലി ഇലാക്കെ മേ ഹോത്തെ കലാ തിയോത്രെ സദസ്യ ഓർ ഡാൻസർ. വലിയ ആളാ അല്ലെ, വലിയ പുള്ളിയ. ആരാണ്? ഇറ്റലിയിലെ അല്ലെ ഫ്യൂലി ഇലാക്കെ, അതായത് ഫ്യൂലി പ്രദേശത്തിലുള്ള ആ ആർട്ട് ക്ലബിലെ ക്ലബിലെ ഒരു സദസ്യാണ് അല്ലെ. ആർട്ട് ക്ലബിലെ ഒരു സദസ്യ എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ട് ക്ലബ് അല്ലെ. ആർട്ട് ക്ലബിലെ ഒരു എന്താണ്? സദസ്യയാണ് എന്ന് പറഞ്ഞാൽ മെമ്പറാണ് ആര്? നമ്മുടെ ലുവാന. ഓർ ഡാൻസർ, പിന്നെ ആരും കൂടിയാണ്? ഡാൻസർ കൂടിയാണ്. ക്ലിയർ? യെസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. മാനുവൽ കോൻ ഹെ. മാനുവൽ എന്ന് പറയുന്നത് ആരായിരുന്നു? മാനുവൽ ലുവാന കാ ദോസ്ത് ഹെ. ലുവാനയുടെ ദോസ്തായിരുന്നു എന്ന് പറഞ്ഞാൽ സുഹൃത്തായിരുന്നു. മാത്രമല്ല ഓർ ആർട്ട് തിയേറ്റർ കാ സദസ്യ, ആർട്ട് തിയേറ്ററിന്റെ സദസ്യ കൂടിയാണ്, അതായത് മെമ്പർ കൂടിയാണ് എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാം? അറിയാം. അതും കൂടി നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ എഴുതാം. ഇനി നോക്കൂ. ഫിയാക്കോ കിസ്കാ നാം ഹേ. ഫിയാക്കോ എന്നുള്ളത് ആരുടെ പേരാണ്? കിസ്ക ആരുടെ അല്ലെ പേര്. അപ്പൊ ഈ കോൻ, കിസ്ക, കഹാം, കേസെ, കോൻ ഇതൊക്കെ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വേർഡ്സ് എന്റെ മക്കൾ ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കിയിരിക്കണം. പരീക്ഷയിൽ നമുക്ക് ഏറെ ഉപകാരപ്രദമാണ് ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ. ഫിയാക്കോ ആർട്ട് തിയേറ്റർ കാ ഗദ്ദ കാ നാം ഹേ. ആർട്ട് തിയേറ്ററിലെ ഗദ്ദയുടെ പേരാണ് എന്ത്? യെസ്, എന്ത്? ഫിയാക്കോ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കിക്കോ. അടുത്ത ചോദ്യം ഇതാണ്. ഗദ്ദ ഫിയാക്കോ കെ മാലിക് കോൻ ഹെ. മാലിക് എന്ന് പറഞ്ഞാൽ ആരാ? ഓണറാണ് അഥവാ ഉടമയാണ്. അപ്പം ഗദ്ദയായ ഫിയാക്കോയുടെ ഉടമയാരാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം എലിയയാണ് അല്ലെ. അതിന്റെ ഉടമ ആരാണെന്ന് ചോദിച്ചാൽ എലിയയാണ്. ഇനി അതോടൊപ്പം അതിനോട് ചേർന്നുകൊണ്ട് തന്നെ മറ്റൊരു ചോദ്യം ഉണ്ട്. ഗദ്ദ ഫിയാക്കോക്ക് പെഹല മാലിക് കോൻ ഹെ. പെഹല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ. അപ്പൊ ആദ്യത്തെ മാലിക് അല്ലെ, ഓണർ. അപ്പൊ ആദ്യത്തെ ഓണർ ആരാണ്? കോൻ ദേ എന്ന് ചോദിച്ചാൽ ആരാണ്? അപ്പൊ ആദ്യത്തെ ഉടമസ്ഥൻ വേറെ ആരോ ഒരാളായിരുന്നു. നമ്മൾ ആ പാഠഭാഗം പഠിച്ചപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ട്. അത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ എഴുതാം. ഗദ്ദ ഫിയാക്കോ കെ പെഹല ഓർ അസ്ലി മാലിക് എലിയ കെ പിതാ എൽഫീദെ. അപ്പം അസ്ലി മാലിക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഓണർ. അപ്പൊ ആദ്യത്തെ ഓണർ ആവുമല്ലോ യഥാർത്ഥ ഓണർ. ആ യഥാർത്ഥ ഓണർ ആരായിരുന്നു? എലിയയുടെ പിതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ആണ്, പിതാവായിരുന്ന എൽഫി ആയിരുന്നു യഥാർത്ഥ ഓണർ എന്ന് പറയുന്നത്. ക്ലിയർ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കൂ. കത്രീന കോന്തി. കത്രീന ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. കത്രീന ആർട്ട് തിയേറ്റർ കാ സദസ്യ. കത്രീന ആരായിരുന്നു? ആർട്ട് തിയേറ്ററിലെ സദസ്യായിരുന്നു, മെമ്പർ ആയിരുന്നു. ഓർ ഗായികാദി, മാത്രമല്ല ഒരു ഗായികയും കൂടി ആയിരുന്നു. ഗായിക കൂടി ആയിരുന്നു ആര്? നമ്മുടെ യെസ് കത്രീന.
അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജബ് ഹം ധീരെ ചൽത്തേ ഹേ എന്നുള്ള പാഠഭാഗത്തിലെ വൺ വേർഡ് ആയിട്ട് നമുക്കൊരു പാസേജ് തരും. അതിൽ നിന്നും ഇത്തരത്തിലുള്ള ഇതിൽ ഉള്ളിലുള്ള നമ്മൾ ഈ പഠിച്ച ചോദ്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ചോദ്യം നമുക്ക് എന്ത് ചെയ്യും ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ എന്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നിങ്ങളുടെ മൈൻഡിൽ ഈ കഥ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിന്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സാറിന് അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയുള്ള വീഡിയോസ് ഏതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഏത് വീഡിയോസ് ആണ് കൂടുതൽ അറിയാം, ഡയറി ആണോ ലെറ്റർ ആണോ ഏതിന്റെ ഡയറിയാണ്, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക അടിപൊളിയാക്കുക. എല്ലാ മക്കൾക്കും ക്രിസ്മസ് പരീക്ഷയിൽ നല്ല മാർക്ക് നേടട്ടെ. വിഷ് യു ഓൾ ദ വെരി बेस्ट. अगला वीडियो में अनसर फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.